എല്ലാ പേരൻസിനും മാറി നിൽക്കാം. നമുക്കിന്ന് കുട്ടികളുടെ യോഗയാണ്. മെമ്മറി പവർ കൂടാനും കോൺസെൻട്രേഷൻ കൂടാനായിട്ട് നമുക്ക് 2 ബാലൻസിങ് പോസ്റ്റേഴ്സ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞേക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? വെരി ഗുഡ്, ബെൻഡ് ടു യുവർ നീസ്. എനിക്കിവിടുന്ന് കാണാം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. എനിക്കിവിടുന്ന് കാണാം. ഈ ഒരു പർട്ടിക്കുലർ വീരഭദ്രാസനെ പറ്റി നമുക്ക് അധികം ആരും പറയാത്തൊരു പൊസിഷനാണ്. പക്ഷേ ഇതാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ബാലൻസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പൊസിഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാ പേരൻസിനും മാറി നിൽക്കാം. നമുക്കിന്ന് കുട്ടികളുടെ യോഗയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കുട്ടികളെ കാണിച്ച് എൻ്റെ കൂടെ ചെയ്യാനായിട്ട് അവരോട് പറയുക. ഇത് ഏറ്റവും അവരുടെ കോർഡിനേഷനും കോൺസെൻട്രേഷനും മെമ്മറി പവറും ഇംപ്രൂവ് ചെയ്യാനും. കാരണം നമ്മളുടെ ഇപ്പോഴത്തെ കുട്ടികൾ നിങ്ങൾക്കറിയാം, അവർ മൊബൈലിൽ ആണ് കൂടുതലും സമയവും. അവരുടെ സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി അറ്റൻഷൻ കുറവാണ് എന്നാണ് ഗവേഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അവർക്ക് ഒരു കാര്യങ്ങളിലും അധികം ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതും ഡിസ്ട്രാക്റ്റഡ് ആവുന്നതൊക്കെ അവരുടെ ഈ ഒരു സ്ക്രീൻ ടൈമിൻ്റെ ഇതുകൊണ്ടാണ്. കാരണം ഒരു കാര്യത്തിലും അവർക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പെട്ടെന്ന് പോകുന്നത് അവർക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ ഉറപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യോഗ പ്രാക്ടീസ്, അതുപോലെ തന്നെ ചെറിയ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ അറ്റൻഷൻ സ്പാൻ നമുക്ക് കൂട്ടാനും, അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ കോർഡിനേഷനും കോൺസെൻട്രേഷനോട് കൂടി അവർക്ക് ഒരു കാര്യത്തിൽ തന്നെ കുറച്ച് നേരം നിൽക്കാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് ഈ യോഗയിലൂടെ നമുക്ക് സാധിച്ചെടുക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിങ്ങളുടെ കുട്ടികളെ ഈ ഒരു വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അധികം കുട്ടികൾ കാണേണ്ടതായതുകൊണ്ട് തന്നെ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ആദ്യം തന്നെ ഡെമോൺസ്ട്രേഷനിലേക്ക് കിടക്കാം. വളരെ ലൈറ്റായിട്ട് നമുക്ക് ചെയ്യേണ്ട ചില വാമപ്പുകൾ. അപ്പ് ആൻഡ് ഡൗൺ 3 തവണ ഹെഡ് ആൻഡ് നെക്ക് ചെയ്യുക, സൈഡ് ചെയ്യുക. അതേപോലെ തന്നെ കൈയിൻ്റെ റൊട്ടേഷൻ, നമുക്ക് ഒരു കൈ ആദ്യം റൊട്ടേറ്റ് ചെയ്യാം 3 തവണ. വളരെ ഈസി ആയിട്ട് ഷോർട്ട് ആൻഡ് ക്വിക്ക് ആയിട്ടുള്ളൊരു വളരെ കുറച്ച് നമ്പർ ഓഫ് പോസ്റ്റേഴ്സ് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫിംഗേഴ്സും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ ട്വിസ്റ്റ് ഒരു 6 തവണ നമ്മൾ ഓപ്പോസിറ്റ് ഹാൻഡ് ടു ദ നീസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരെ തന്നെ നമ്മളുടെ യോഗ പോസസിലേക്ക് കിടക്കാം. അപ്പൊ കുട്ടികളായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ലൈറ്റായിട്ട് കാര്യങ്ങൾ പറയാം. നമുക്ക് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതെന്താണ്? മൃഗങ്ങളെ ആയിരിക്കും അല്ലേ? മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ അല്ലേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു കോബ്ര ആയാലോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ഭുജംഗാസനം എന്ന് പറയുന്ന കോബ്ര പൊസിഷനിലേക്ക് വരാം. നമ്മൾ ആദ്യം തന്നെ 4 കാല് പൊസിഷൻ. ഇതെന്താണ്? നമ്മളുടെ ക്യാറ്റ് ആൻഡ് കൗ എന്നത്. അപ്പൊ മൃഗങ്ങളെല്ലാവരും ഇങ്ങനെയല്ലേ. ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും ഈസി എന്ന് പറയുന്നത് നിങ്ങൾ ആനിമൽ ആവുന്ന ഒരു സീരീസാണിത്. എല്ലാം നമുക്ക് ആനിമൽസ് ആവാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ 4 കാലിലേക്ക് വന്നിട്ട് വളരെ കാലുകൾ ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ഭുജംഗം, അതായത് നമ്മളുടെ ബോഡി എങ്ങനെയായിരിക്കും? ഒരു പാമ്പിനെ പോലെ സ്ട്രെച്ച് ചെയ്യും. അതിനുശേഷം തിരിച്ച് വീണ്ടും ഒന്ന് ലൈറ്റായിട്ടൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും സ്ട്രെച്ച് ചെയ്യാം. ഇൻഹേൽ ആൻഡ് എക്സേൽ. ഇനി നമുക്ക് കുറച്ചു നേരം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നിന്നാലോ? ഒരു 10 സെക്കൻഡ്സ്. 1 2 3 4 5 6 7 8 9 and 10. പിന്നെ എന്ത് ചെയ്യണം? നമ്മളുടെ കാല് വിരലുകളിൽ ഉറപ്പിച്ചിട്ട് നമ്മൾ മൗണ്ടൻ പോസിലേക്ക് വരിക. തലകുത്തി നിൽക്കുക. ഓക്കെ, നമ്മൾ തലകുത്തി നിന്നതിന് ശേഷം നമുക്കിങ്ങനെ പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കാലുകൾ 2 ഹീൽസ് നമ്മുടെ ഭൂമിയിൽ ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ സാരമില്ല, വിഷമിക്കണ്ട. അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് വരാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ അടുത്ത പൊസിഷൻ എന്താണ്? മൗണ്ടൻ പൊസിഷൻ. എത്ര പേർക്ക് ഇതുപോലെ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇനി കുറച്ച് സെക്കൻഡ്സ് കൂടി മെയിൻറ്റെയിൻ ചെയ്യാം. 5 4 3 2 and 1. സ്ലോലി കം ബാക്ക്. അപ്പം എന്തായി? നമ്മളൊരു കോബ്രയുമായി ഒരു മൗണ്ടനുമായി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്യാറ്റ് ആൻഡ് കൗ പൊസിഷൻ ചെയ്യാം. അപ്പം നമ്മൾ ഓർക്കാൻ എളുപ്പമാണ്. നമ്മൾ ആദ്യം ഒരു പാമ്പായി, പിന്നെ നമ്മളൊരു മൗണ്ടൻ പർവ്വതമായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്യാറ്റ് ആൻഡ് കൗ. അപ്പോഴും ഒരു പൂച്ചയും ഒരു പശു.
വീണ്ടും നമ്മൾ 4 കാലിലേക്ക് വരിക. അതിനുശേഷം ഇൻഹേൽ, ലുക്ക. എത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട്. ചില സ്ഥലങ്ങളിൽ ഇതിനെ ക്യാമൽ എന്നും കൂടി പറയും. കാരണം ഇത് കണ്ടോ, ബാക്ക് ഇങ്ങനെ ഹംപ് ചെയ്ത് ലുക്ക് ഡൗൺ, ചിൻ ടു ചെസ്റ്റ്, നമ്മുടെ താടി നെഞ്ചിനോട് മുട്ടിച്ചു വെക്കുക. നമ്മുടെ അബ്ഡമൻ ഭയങ്കര സ്ക്വീസ് ചെയ്താണ് കേട്ടോ, ഇത്രയും സ്ക്വീസ് ചെയ്ത് ഉള്ളിലേക്ക് പോകണം. അതിനുശേഷം പതുക്കെ വീണ്ടും ക്യാറ്റ് ആവുക. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ സ്പൈൻ താഴ്ന്നു പോകുന്ന കണ്ടോ. വീണ്ടും എന്ത് ചെയ്യണം, കൗ ഓർ ക്യാമൽ. വീണ്ടും ക്യാറ്റ് ആവുക. ഇൻഹേൽ, ക്യാറ്റ്. എക്സേൽ, ക്യാമൽ. വീണ്ടും ഇൻഹേൽ, ക്യാറ്റ്. എക്സേൽ, ക്യാമൽ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും എൻ്റെ കൂടെ ചെയ്യുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി അടുത്ത നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ശശങ്കാസന അല്ലെങ്കിൽ റാബിറ്റ് പോസ്. നമ്മൾക്ക് ഒരു പാവം കുഞ്ഞു മുയലായിട്ട് കിടക്കാം. ഓക്കെ, ജസ്റ്റ് കാലിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഈ യോഗ മാറ്റിന്റെ 2 സൈഡിലേക്കും വെച്ചിട്ട് അതൊക്കെ സ്ട്രെച്ച് ചെയ്ത് തല ഇങ്ങനെ മുട്ടിച്ച് കുറച്ചു നേരം അവിടെ കിടക്കാം. പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ ടിപ്പ് ഓഫ് ദ ഫോർഹെഡ് അത് നമ്മളുടെ തറയിൽ മുട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് നീസ് വെക്കുമ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് കാല് കുറച്ച് അകത്തി വെച്ചിട്ട്, നമ്മുടെ ഇന്റൻഷൻ എന്താ, അവരുടെ കോൺസെൻട്രേഷൻ കൂടാൻ വേണ്ടിയിട്ട് അവരുടെ ഭൂമിയിലേക്ക് അവരുടെ തല പതിക്കുക എന്നുള്ളതാണ്, നമ്മൾ നെറ്റി പതിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇന്റൻഷൻ. നോർമൽ ആയിട്ടുള്ള ശ്വാസഗതി. സ്ലോലി കം ബാക്ക്. ഇത്രയും നമ്മൾ പെട്ടെന്ന് പഠിച്ചില്ലേ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്, നമ്മൾ ആദ്യം കോബ്രയായി, പിന്നെ മൗണ്ടനായി, പിന്നെ ക്യാറ്റ് ആൻഡ് ക്യാമലായി, അതിനുശേഷം റാബിറ്റായി. അപ്പൊ നമ്മളൊരു 3-4 പോസ്റ്റേഴ്സ് പഠിച്ചു. ഇനി 2 യോഗ പോസ്റ്റേഴ്സ് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ ഈ പാരൻസ് നിങ്ങളെ ഒത്തിരി കുറ്റം പറയുന്ന എന്തിനാണ്, ഒരു മെമ്മറി ഇല്ല, ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ടാണ്. ആ മെമ്മറി പവർ കൂടാനും കോൺസെൻട്രേഷൻ കൂടാനായിട്ട് നമുക്ക് 2 ബാലൻസിങ് പോസ്റ്റേഴ്സ് ചെയ്യാം. അത് ചെയ്യാനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിന്നിട്ടുള്ള യോഗ പോസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിനകത്തേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇനി സ്റ്റാൻഡിങ് പൊസിഷനിലാണ് ഇനി വരുന്നത്. 2 ബാലൻസിങ് പോസ്റ്റേഴ്സ് നമുക്ക് പഠിക്കാം. ഈ ബാലൻസിങ് പോസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബ്രെയിനിലേക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ബാലൻസ് എന്നുള്ള സ്റ്റിമുലേഷൻ വരികയും നമുക്ക് കുറച്ചും കൂടി എല്ലാ കാര്യത്തിലും കുറച്ചും കൂടി നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും മെമ്മറി പവർ കൂട്ടാനും ഇത് നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് ആദ്യം തന്നെ ട്രീ പോസ് ഒന്ന് ചെയ്യാം. ഇതിനകത്ത് ബാലൻസ് കുട്ടികൾക്ക് കിട്ടാൻ ഇത്തിരി പാടാണ്, പക്ഷെ എന്നിരുന്നാലും വളരെ കുറച്ച് സെക്കൻഡ്സ് നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പം എല്ലാവരും എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തോളൂ. നമുക്കൊരു ഹാഫ് ലെഗ് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് നീയുടെ പൊസിഷനിലായിട്ട് വെക്കുക. ശേഷം നമ്മളിങ്ങനെ ഒരു പോയിന്റിലേക്ക്, പർട്ടിക്കുലർ പോയിന്റിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഫോക്കസ് ചെയ്യാം. 10, 9, 8, 7, 6, 5, 4, 3, 2 and 1. ഓക്കെ, വെരി ഗുഡ്. ഇനി ഈ കാല് വച്ചിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഈ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ഓക്കെ ആക്കിയിട്ട് അടുത്ത കാല് ഫിക്സ് ചെയ്യാം. ഓക്കെ, വീണ്ടും 10, 9, 8, 7, 6, 5, 4, 3, 2 and 1. ഒന്ന് കുറച്ചു നേരം കൂടെ നിൽക്കണോ? ഓക്കെ, ഇപ്പം ഇംബാലൻസ് ആയല്ലേ. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ ഒന്ന് 2 കാലും ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് നിങ്ങൾക്ക് ആകെ തലയിൽ കയറുന്നില്ലെങ്കിൽ ചെറുതായിട്ട് ബാക്കിലേക്ക് വരിക, ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കുക, കുറച്ചു നേരം ഒന്ന് ബാലൻസ് ചെയ്യുക, വീണ്ടും പോയി പഠിക്കുക. ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അറ്റൻഷൻ കിട്ടാനായിട്ട് ഈ പർട്ടിക്കുലർ പോസസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇംബാലൻസ് ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കാല് നന്നായിട്ട് ഇതുപോലെ ഒരു സ്കൈ പോസ് എന്ന് പറയുന്ന ഒരു പോസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ചെയ്ത് വീരഭദ്രാസനം. ഈ കാലിരിക്കുന്നതിൻ്റെ
തൊട്ട് ബാക്കിലല്ല, കുറച്ച് സൈഡിലായിട്ട് കാല് വയ്ക്കുക. ഈ കാല് ബെൻഡ് ചെയ്യുക. അതിനുശേഷം 2 കൈയും സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് കൈ കൂപ്പി നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക. ലുക്ക് അപ്പ്. 1. ഇനി ലുക്ക് അപ്പ് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ ആകെ കൂടി ആടി പോകുന്നുണ്ടെങ്കിൽ നേരെ നോക്കുക. 1, 2, 3, 4, 5. ഇത്രയും മതി. അതിനുശേഷം പതുക്കെ തിരിച്ചു വരിക. ഓക്കെ, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. അതിനുശേഷം വളരെ സാവധാനം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞേക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? വെരി ഗുഡ്. ബെൻഡ് അറ്റ് യുവർ നീസ്. എനിക്ക് ഇവിടെ നിന്ന് കാണാം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, എനിക്ക് ഇവിടെ നിന്ന് കാണാം. ഓക്കെ, ബെൻഡ് അറ്റ് യുവർ നീസ്. കുട്ടികളെല്ലാവരും എൻ്റെ കൂടെ തന്നെ സ്ട്രെച്ച് ചെയ്യുക. ഇത് നോക്കി നിന്നിട്ട് പിന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കാല് എവിടെ വെക്കണം? കുറച്ച് മുമ്പോട്ടായിട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് തെറ്റിപ്പോയില്ല. കറക്റ്റ് ബാക്കിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾ ആകെ കൂടി ആടിപ്പോവും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ കാല് ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഔട്ട് സൈഡിലേക്ക് ആയിരിക്കണം മറ്റേ കാല് വരും. അതിനുശേഷം 2 കൈയും സൈഡിൽ കൂടി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് മുകളിൽ പോയി കൈ കൂപ്പി പിടിക്കുക. ഓക്കെ, എന്നിട്ട് മുകളിലേക്ക് നോക്കണ്ട, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രം നോക്കുക. 5, 4, 3, 2, 1. സ്ലോലി റിലീസ് ആൻഡ് റിലാക്സ്. ഈ ഒരു പർട്ടിക്കുലർ വീരഭദ്രാസനെ പറ്റി നമുക്ക് അധികം ആരും പറയാത്തൊരു പൊസിഷനാണ്. പക്ഷേ ഇതാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ബാലൻസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പൊസിഷൻ. അപ്പോൾ നമ്മളുടെ പാരൻസ് കുട്ടികളെ കൊണ്ട്, ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5-7 യോഗ പോസസ് കാണിച്ചു തന്നിട്ടുണ്ട്. വീക്കെൻഡിൽ ഉറപ്പായിട്ടും അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ രാവിലെയോ സന്ധ്യാസമയത്തോ നിങ്ങൾക്കിത് കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അവരുടെ കോൺസെൻട്രേഷനും മെമ്മറി പവറും അതുപോലെ തന്നെ കുറച്ചൊരു മൈൻഡ്ഫുൾനെസ്സും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സ്ക്രീനിൽ നിന്ന് അവരെ ഒന്ന് മാറ്റി നിർത്തി ഈ എക്സസൈസ് ഒന്ന് ശീലിപ്പിക്കുക. അപ്പോൾ വീണ്ടും കാണാം.